നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതിനിടയിൽ മിസ്റ്റർ നൈസ് ഗൈ പരിവേഷം താൻ അവസാനിപ്പിക്കുകയാണെന്ന പരസ്യ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. മാക്സിമം പ്രഷർ, അതായത് പരമാവധി സമ്മർദ്ദം, ഈ ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ഇറാന് മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം കൂടുതൽ കടുപ്പിക്കാനാണ് വൈറ്റ് ഹൗസിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണക്കടത്ത് പൂർണ്ണമായും തടയുന്ന ഉപരോധം നീട്ടാൻ ട്രംപ് തന്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാൻ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കാൻ ഇത്തവണ ട്രംപ് തിരഞ്ഞെടുത്തത് തികച്ചും വിചിത്രമായ ഒരു മാർഗമാണ്. അതായത് സ്ഫോടനങ്ങൾക്കിടയിൽ കയ്യിൽ വലിയൊരു റൈഫിളുമായി നിൽക്കുന്ന തന്റെ തന്നെ ഒരു AI നിർമ്മിത ചിത്രമാണ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെച്ചുകൊണ്ടാണ് ട്രംപ് ഈ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇനി വിട്ടുവീഴ്ചയില്ല എന്ന തലക്കെട്ടോടെ പങ്കുവെച്ച ചിത്രം ഇറാനിലെ മതാധിപത്യ ഭരണകൂടത്തിനുള്ള വ്യക്തമായ താക്കീതാണിത്. ഇറാന് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ അറിയില്ല. ഒരു ആണവരഹിത കരാറിൽ എങ്ങനെ ഒപ്പിടണമെന്നും അവർക്കറിയില്ല. അവർ എത്രയും വേഗം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്നാണ് ട്രംപ് തൻ്റെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഇത്തരത്തിൽ പല പോസ്റ്റുകളും ട്രൂത്ത് സോഷ്യലിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാര്യമായി ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനമാണോ, അല്ലെങ്കിൽ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ആലോചിച്ചിട്ടൊരു പോസ്റ്റാണോ എന്നതുകൂടി ഇവിടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഈ പോസ്റ്റ് പുറത്തു വന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിലയിൽ വൻ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $115 ഉയർന്നു. ഇന്ന് പുലർച്ചെ മുതൽ എണ്ണവിലയിൽ 3% വർധനമാണ് ഉണ്ടായത്. US ബെഞ്ച്മാർക്കായ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് വിലയും $103 മുകളിലെത്തി. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതും ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതും ആഗോള വിപണിയെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാൻ സാമ്പത്തികമായി തകർന്നടിയുകയാണെന്നും അവർ തകർച്ചയുടെ വക്കിലാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം മാറ്റണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തിന്റെ ഖജനാവ് ശൂന്യമാക്കുക വഴി അവരെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. ഇതിനായി ഷെവ്രോൺ CEO മൈക്ക് വെർത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖ എണ്ണ കമ്പനി മേധാവികളുമായി ട്രംപ് വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ഐലാൻഡിനെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് അമേരിക്ക പ്രധാനമായും നടത്തുന്നത്. ഗാർഗ് ഐലാൻഡിലെ സംഭരണ ശേഷി ഉടൻ പൂർത്തിയാക്കുമെന്നും അതോടെ ഇറാൻ എണ്ണ ഉൽപാദനം കുറയ്ക്കാൻ നിർബന്ധിതരാകുമെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇത് ഇറാനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം പ്രതിദിനം $170 മില്യൺ വരുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം അമേരിക്കയുടെ ആവശ്യങ്ങൾ യുക്തിരഹിതമാണെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു. സ്വതന്ത്ര രാജ്യങ്ങൾക്ക് മേൽ പോളിസികൾ അടിച്ചേൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നും ഇറാൻ വക്താവ് റസ തലായിനിക് പറഞ്ഞു. ചർച്ചകളിൽ ഒരു തീരുമാനമാകാത്ത പക്ഷം ഇതൊരു മരവിപ്പിച്ച സംഘർഷമായി മാറിയേക്കാമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഇറാൻ വിഷയത്തിൽ അമേരിക്കയെ വിമർശിച്ച ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസിനെതിരെയും ട്രംപ് ആഞ്ഞടിച്ചു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തെ മുഴുവൻ ബന്ദികളാക്കുന്നതിന് തുല്യമാണെന്നും ട്രംപ് പറഞ്ഞു. ജർമ്മൻ ചാൻസലർക്ക് എന്താണ് പറയുന്നതെന്ന് ഒരു ധാരണയുമില്ലെന്നും അതുകൊണ്ടാണ് ജർമ്മനിയുടെ സാമ്പത്തിക നില തകരുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇറാന്റെ സമാന്തര ബാങ്കിംഗ് സംവിധാനങ്ങളെയും ക്രിപ്റ്റോ ഇടപാടുകളെയും തകർക്കുന്ന എക്കണോമിക് ഫ്യൂരി, അതായത് സാമ്പത്തിക രോഷം എന്ന പദ്ധതിയാണ് അമേരിക്ക ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന സാമ്പത്തിക സഹായം തടയാനാകുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ വാദം. ഇറാനിലെ പണപ്പെരുപ്പം ഇരട്ടിയായതും കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞതായി ബെസന്റ് അവകാശപ്പെട്ടു. അറേബ്യൻ കടലിലെ സുരക്ഷയെയും ആഗോള ഊർജ്ജ വിതരണത്തെയും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടിയിരുന്ന പ്രതിനിധികളെ ട്രംപ് അവസാന നിമിഷം പിൻവലിച്ചതും ചർച്ചകൾ പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന സൂചന നൽകുന്നു. ചർച്ചകൾ വഴിമുട്ടിയതോടെ വരും ദിവസങ്ങളിലും എണ്ണവില വർദ്ധിക്കാനാണ് സാധ്യത. യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന്റെ കാര്യത്തിൽ മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ അമേരിക്ക ഏകപക്ഷീയമായ കർക്കശ നിലപാടിലാണ്.
ആണവ പരീക്ഷണം സംബന്ധിച്ച കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ഉപരോധം പിൻവലിക്കില്ലെന്നാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധത്തിന് തിരികൊളുത്തുമോ അതോ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാൻ കരാറിൽ ഒപ്പിടുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. ട്രംപിന്റെ തോക്കുധാരിയായുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് കേവലം ഒരു തമാശയല്ലെന്നും അത് വരാനിരിക്കുന്ന കടുത്ത സൈനിക നടപടികളുടെ സൂചനയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കനക്കുന്നു. പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയ്ക്ക് നൽകാൻ ഒരേയൊരു സ്ഥാനമേ ഉള്ളൂവെന്നാണ്, അത് കടലിന്റെ അടിത്തട്ടാണെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള മൊജ്തബ ഖമേനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് മേഖല അതീവ ഗുരുതര സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നാവിക ഉപരോധം പരാജയപ്പെടുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ ഗൾഫ് മേഖലയിൽ നിന്നും ഹോർമുസ് കടലിടുക്കിൽ നിന്നും അമേരിക്കയുടെ അന്ത്യം കുറിക്കുന്ന പുതിയ അധ്യായം തുടങ്ങിയതായും അവകാശപ്പെട്ടു. ദേശീയ പേർഷ്യൻ ഗൾഫ് ദിനത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട സന്ദേശത്തിലാണ് ഖമേനി അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചത്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അധിനിവേശ മോഹങ്ങളുമായി എത്തുന്ന വിദേശികൾക്ക് ഇവിടെ സ്ഥാനമില്ല. അയൽരാജ്യങ്ങളുമായി ചേർന്ന് ഈ ജലപാതയുടെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കും. ശത്രുക്കളുടെ എല്ലാ അതിക്രമങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് അയത്തുള്ള മൊജ്തബ ഖമേനി വ്യക്തമാക്കിയിരിക്കുന്നത്. പിതാവ് അലി ഖമേനിയുടെ മരണശേഷം അധികാരമേറ്റ മൊജ്തബ ഖമേനി ഇതാദ്യമായാണ് ഇത്രയും രൂക്ഷമായ പ്രതികരണം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതോടെ ഇനി സമാധാന ചർച്ചകളുടെ പ്രസക്തിയും തീരുകയാണ്. ഇറാൻ പ്രകോപനം കടുപ്പിച്ചതോടെ സൈനികമായ തിരിച്ചടിക്ക് അമേരിക്കയും കോപ്പുകൂട്ടുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ കനത്ത പ്രഹരമേൽപ്പിക്കാനുള്ള രഹസ്യ പദ്ധതികൾ സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രോഡ് കൂപ്പർ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ സമർപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി കരസേനയെ ഇറക്കുന്നതും ഇറാന്റെ ആണവ ശേഖരം പിടിച്ചെടുക്കാൻ സ്പെഷ്യൽ ഫോഴ്സിനെ നിയോഗിക്കുന്നതും ഉൾപ്പെടെയുള്ള അപകടകരമായ നീക്കങ്ങളാണ് പെന്റഗൺ ആലോചിക്കുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും ആഗോള വിപണിയെയും പിടിച്ചുലച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $125 കടന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം എണ്ണവില രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം മാസങ്ങളായി തടസ്സപ്പെട്ടതും ആഗോള സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. യുദ്ധഭീതി ഏഷ്യൻ രാജ്യങ്ങളിലെ ഭക്ഷ്യസുരക്ഷയെയും ബാധിച്ചു തുടങ്ങി. ഇറാൻ സംഘർഷം പടരുന്നതോടെ ഏഷ്യയിലുടനീളം കർഷകർ നെൽകൃഷി വെട്ടിക്കുറയ്ക്കുന്നതും അരിക്ഷാമത്തിന് കാരണമാകുമെന്ന ഭീതി ഉയർത്തുന്നുണ്ട്. വിതരണ ശൃംഖല തകരാറിലായതും വളത്തിന്റെ വില വർദ്ധിപ്പിച്ചതുമാണ് കർഷകരെ പിന്നോട്ടടിപ്പിക്കുന്നത്. അതിനിടെ നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനിയുമായും ട്രംപ് കൊമ്പുകോർക്കുകയാണ്. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസുമായി ഉടലെടുത്ത തർക്കത്തെ തുടർന്ന് ജർമ്മനിയിലുള്ള അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇറാൻ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മെർസ് തികഞ്ഞ പരാജയമാണെന്നും ട്രംപിന്റെ ആരോപണം. എന്നാൽ അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ചാൽ നേരിടാൻ തയ്യാറാണെന്നാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡെഫുൾ പ്രതികരിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇറാൻ വിഷയത്തിൽ തന്നെ സഹായിക്കുമായിരുന്നുവെന്ന ട്രംപിന്റെ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നയതന്ത്ര നീക്കങ്ങളെക്കാൾ സൈനികമായ ബലപ്രയോഗത്തിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാമെന്നാണ് ട്രംപിന്റെയും സംഘത്തിന്റെയും ഇപ്പോഴത്തെ ഉറച്ച വിശ്വാസം.